എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയം T20 വേൾഡ് കപ്പിലെ ഇന്ത്യ-USA പോരാട്ടത്തിൽ സാക്ഷ്യം വഹിച്ചത് വെറുമൊരു ക്രിക്കറ്റ് മത്സരത്തിനല്ല, മറിച്ച് ചരിത്രത്തിലെ തന്നെ ഏറ്റവും രോമാഞ്ചം കൊള്ളിക്കുന്ന, കാണികളുടെ ശ്വാസം നിലച്ചുപോയ ചില നിമിഷങ്ങൾക്കാണ്. T20 ലോകകപ്പ് 2026-ലെ ഗ്രൂപ്പ് എയിലെ ജീവൻ മരണ പോരാട്ടത്തിൽ ക്രിക്കറ്റ് ലോകത്തെ വമ്പന്മാരായ ഇന്ത്യയെ വിറപ്പിച്ചുകൊണ്ട് അമേരിക്കൻ ടീം വിജയത്തിന്റെ തൊട്ടരികെ വരെ എത്തിയിരുന്നു. ഒരു ഘട്ടത്തിൽ ടീം ഇന്ത്യയുടെ കയ്യിൽ നിന്ന് വിജയം തട്ടിയെടുത്ത് അമേരിക്ക ചരിത്രം കുറിക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു. എന്നാൽ വാങ്കഡയിലെ സുൽത്താൻ സാക്ഷാൽ സൂര്യകുമാർ യാദവ് എന്ന കൊടുങ്കാറ്റ് വീശിയടിച്ചപ്പോൾ അമേരിക്കയുടെ ലോകകപ്പ് സ്വപ്നങ്ങൾ കരിയില പോലെ പറന്നുപോയി. പക്ഷേ സുഹൃത്തുക്കളെ, ഈ തീപാറം പോരാട്ടത്തിനു ശേഷം പോസ്റ്റ് മാച്ച് പ്രസന്റേഷനായി വന്ന അമേരിക്കൻ ക്യാപ്റ്റൻ മൊണാങ്ക് പട്ടേലിന്റെ മുഖം കണ്ടവർക്ക് നെഞ്ചിലൊരു വിങ്ങൽ അനുഭവപ്പെട്ടു കാണും. വിജയത്തിന്റെ പടിവാതിൽക്കൽ നിന്ന് അത് നഷ്ടപ്പെട്ടതിന്റെ തീവ്രവേദന ആ കണ്ണുകളിൽ നിഴലിച്ചിരുന്നു. മത്സരശേഷം സ്റ്റേഡിയത്തിൽ മരവിപ്പിക്കുന്ന നിശബ്ദതയായിരുന്നു. മൈക്ക് കയ്യിലെടുത്ത മൊണാങ്ക് പട്ടേലിന്റെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. തൊണ്ടയിടറി അതീവ വികാരഭരിതനായാണ് അദ്ദേഹം സംസാരിച്ചത്. അതിങ്ങനെയായിരുന്നു: സത്യം പറഞ്ഞാൽ ഈ തോൽവി ഒരു മുള്ളുപോലെ ഞങ്ങളെ കുറേ കാലം വേട്ടയാടും. ഇന്ത്യയുടെ കരുത്തരായ 6 വിക്കറ്റുകൾ വെറും 77 റൺസിനുള്ളിൽ വീഴ്ത്തിയപ്പോൾ ഞങ്ങൾ വിജയത്തിന്റെ സുഗന്ധം അറിഞ്ഞിരുന്നു. എന്നാൽ ലോകകപ്പ് പോലൊരു വമ്പൻ വേദിയിൽ ഇന്ത്യയെപ്പോലൊരു ഇതിഹാസ ടീമിനെതിരെ ഇത്രത്തോളം അടുത്തെത്തിയിട്ടും തോൽവി സമ്മതിക്കേണ്ടി വരുന്നത് ഹൃദയഭേദകമാണ്, മൊണാങ്ക് പറഞ്ഞു. സൂര്യകുമാർ യാദവിന്റെ ഇന്നിംഗ്സിനെപ്പറ്റി ചോദിച്ചപ്പോൾ അത്ഭുതം കലർന്ന ആദരവോടെയാണ് അദ്ദേഹം മറുപടി നൽകിയത്. അദ്ദേഹം തുടർന്നു: ഞങ്ങൾ കരുതിയത് 110 റൺസിനുള്ളിൽ ഇന്ത്യയെ ചുരുക്കിക്കെട്ടാമെന്നായിരുന്നു. എന്നാൽ സൂര്യകുമാർ യാദവ് ക്രീസിൽ കാട്ടിയത് മനുഷ്യസാധ്യമായ കാര്യമാണോ എന്ന് സംശയമാണ്. 49 പന്തിൽ 10 തകർപ്പൻ ഫോറുകളും 4 കൂറ്റൻ സിക്സറുകളും അടങ്ങുന്ന ആ 84 റൺസിന്റെ ഇന്നിംഗ്സ് ഞങ്ങളുടെ എല്ലാ തന്ത്രങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി. അദ്ദേഹം എന്തുകൊണ്ടാണ് ലോകത്തിലെ 1-ാം നമ്പർ T20 ബാറ്റർ എന്ന് വിളിക്കപ്പെടുന്നതെന്ന് ഇന്ന് തെളിയിച്ചു. അദ്ദേഹത്തെ തടയാൻ ഞങ്ങൾ എല്ലാ ഫീൽഡിംഗ് തന്ത്രങ്ങളും പയറ്റി. പക്ഷേ ആ അവിശ്വസനീയമായ ഷോട്ടുകൾക്ക് മുന്നിൽ ഞങ്ങൾ നിസ്സഹായരായിരുന്നു. തുടർന്ന് സ്വന്തം ടീമിന് പറ്റിയ പിഴവുകളെക്കുറിച്ചും മൊണാങ്ക് തുറന്നടിച്ചു. ഡെത്ത് ഓവറുകളിൽ ഞങ്ങൾക്ക് പിഴച്ചു. അർഷ്ദീപ് സിംഗും സൂര്യകുമാറും തമ്മിലുള്ള കൂട്ടുകെട്ട് പൊളിക്കാൻ കഴിയാതെ പോയതും അവസാന ഓവറുകളിൽ എക്സ്ട്രാ റണ്ണുകൾ വാരിക്കോരി നൽകിയതും ഞങ്ങൾക്ക് വിനയായി. ലൈനും ലെങ്തും നഷ്ടപ്പെട്ടപ്പോൾ സൂര്യകുമാർ അത് മുതലെടുത്തു. ആ അശ്രദ്ധയ്ക്ക് ഞങ്ങൾ നൽകേണ്ടി വന്ന വില കനത്തതാണ്. ഇതിനുശേഷം തന്റെ സ്വന്തം പരാജയത്തെക്കുറിച്ചും ഇന്ത്യൻ ബൌളിങ്ങിനെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഏതൊരു ക്രിക്കറ്റ് പ്രേമിയെയും ചിന്തിപ്പിക്കുന്നതായിരുന്നു. ഇന്ത്യയെ അവരുടെ മണ്ണിൽ തോൽപ്പിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. ബാറ്റിംഗ് തുടങ്ങിയപ്പോൾ തന്നെ മുഹമ്മദ് സിറാജും അർഷ്ദീപ് സിംഗും ഞങ്ങളെ വരിഞ്ഞുമുറുക്കി. 2-ാം പന്തിൽ തന്നെ വിക്കറ്റ് വലിച്ചെറിഞ്ഞ് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ടീമിനെ പ്രതിസന്ധിയിലാക്കിയതിൽ എനിക്ക് വലിയ ഖേദമുണ്ട്. 162 റൺസ് ചേസ് ചെയ്യുമ്പോൾ സിറാജിന്റെയും അർഷ്ദീപിന്റെയും സ്വിംഗിനും വേഗതയ്ക്കും മുന്നിൽ ഞങ്ങൾക്ക് ശ്വാസം വിടാൻ പോലും അവസരം ലഭിച്ചില്ല. ആ തുടക്കത്തിലെ തകർച്ചയിൽ നിന്ന് കരകയറാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല, മൊണാങ്ക് കുറ്റസമ്മതം നടത്തി. ഒടുവിൽ കണ്ണീരണിഞ്ഞ കണ്ണുകളോടെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇന്ത്യൻ ടീമിന്റെ മനോവീര്യത്തിനുള്ള സാക്ഷ്യപത്രമായിരുന്നു. ഇന്ത്യയുടെ ഗെയിം പ്ലാനിങ്ങും മാനസിക കരുത്തും സമ്മതിച്ചേ തീരൂ. 77-ന് 6 എന്ന തകർച്ചയിൽ നിന്നും എഴുന്നേറ്റ് വന്ന് ലോകത്തെ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ അവർ തിരിച്ചടിച്ചെങ്കിൽ അത് വെറും ഭാഗ്യമല്ല, അവരുടെ തോൽക്കാൻ മനസ്സില്ലാത്ത പോരാട്ടവീര്യമാണ്. അമേരിക്കൻ ക്യാപ്റ്റന്റെ ഈ തുറന്നുപറച്ചിൽ ലോകം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. ഈ ആവേശജയം വെറുമൊരു തുടക്കം മാത്രമാണ്. അമേരിക്കയ്ക്കെതിരായ ഈ പോരാട്ടവീര്യം വിളിച്ചു പറയുന്നത് ഒരേ ഒരു കാര്യമാണ്: 2026 T20 ലോകകപ്പ് ഉയർത്താൻ ഇതിലും വലിയൊരു അവകാശി വേറെയില്ല. വാങ്കഡയിൽ സൂര്യകുമാർ യാദവ് കുറിച്ചിട്ടത് ഇന്ത്യയുടെ വിജയഗാഥയുടെ പുതിയൊരധ്യായമാണ്. തോൽവി മുന്നിൽ കണ്ടിട്ടും പതറാതെ അവസാന ശ്വാസം വരെ പോരാടി വിജയം പിടിച്ചെടുക്കുന്ന ഈ വിന്നിംഗ് മെന്റാലിറ്റി തന്നെയാണ് ചാമ്പ്യന്മാരുടെ ലക്ഷണം. ഈ പോരാട്ടവീര്യവും ആത്മവിശ്വാസവും കൈമുതലാക്കി മുന്നേറുന്ന നമ്മുടെ ചുണക്കുട്ടികൾ ലോകകപ്പ് ഭാരതത്തിന്റെ മണ്ണിൽ തന്നെ എത്തിക്കുമെന്ന് ഉറപ്പാണ്. എതിരാളികൾ ആരായാലും ഈ നീരപ്പടയുടെ ആത്മവിശ്വാസത്തിന് മുന്നിൽ തകർന്നടിയും. അതെ, ആ സുവർണ കിരീടം ഇന്ത്യയിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു. അത് നമ്മുടെ നായകരുടെ കൈകളിലെത്തും വരെ ഈ ആവേശം നമുക്ക് നെഞ്ചിലേറ്റാം. ഇനി ചോദ്യം നിങ്ങളോടാണ്: സൂര്യകുമാർ യാദവിന്റെ ഈ ക്യാപ്റ്റൻസി നോക്ക് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ചതാണോ? അമേരിക്കയുടെ തോൽവിക്ക് കാരണം അവരുടെ ബൌളർമാരാണോ, അതോ സൂര്യയുടെ മാസ്മരിക പ്രകടനമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.